ആളിക്കത്തുന്ന തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ വന്ന ഒരു വാർത്തയായിരുന്നു ശശി തരൂർ ഏതു കളത്തിലാണ് എന്ന ചോദ്യത്തിനിടയിലാണ് വി.ഡി. സവർക്കർ പുരസ്കാരം തരൂരിനെ തേടിയെത്തിയത്. എന്നാൽ ഇതുവരെ കോൺഗ്രസ് ഹൈക്കമാൻഡോ തരൂരിന്റെ കാര്യത്തിൽ എടുത്ത നിലപാടല്ല കഴിഞ്ഞ ദിവസം കണ്ടത്. വിശ്വപൗരന് എന്ത് സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിൽ മോദി സ്തുതി പാടി നടക്കുകയും ചെയ്തിരുന്ന തരൂരിനെ ഇന്നലെ കോൺഗ്രസിന് പിടിച്ചുകെട്ടാനായി. അങ്ങനെ കോൺഗ്രസിന്റെ തൊഴുത്തിൽ തന്നെ പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാഹുൽ ഗാന്ധി ഒരു നിപ്പോക്കിട്ടാണ് എന്ന് പലപ്പോഴും പല രൂപത്തിൽ പല ലേഖനങ്ങളിലായി പറഞ്ഞിട്ടുള്ള തരൂർ രാഹുലിനെ ഒരു പരിധിവരെ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ കളി മാറി. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് കടുത്ത നടപടി സ്വീകരിക്കുമെന്നായപ്പോൾ RSSന്റെ ഒന്നും തന്നെ തനിക്ക് വേണ്ട എന്ന് തരൂർ തുറന്നു പറയുകയും ചെയ്തു. മാത്രവുമല്ല, ഡൽഹിക്ക് പോകേണ്ടിയിരുന്ന തരൂർ വഴി മാറ്റി കൊൽക്കത്തയിലേക്ക് പറക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിനായി വോട്ട് ചെയ്തുകൊണ്ട് CPMനെയും പിണറായിയുടെ ഇടതുഭരണത്തെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. RSS അനുകൂല സംഘടനയായ HRDSന്റെ പ്രഥമ സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങില്ലെന്ന് ശശി തരൂർ MP. താനുമായി കൂടിയാലോചിക്കാതെയും അറിയിക്കാതെയുമാണ് പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് ശശി തരൂർ അറിയിക്കുന്നത്. പുരസ്കാരത്തിനായി പേര് വെച്ചത് തന്നോട് ചോദിക്കാതെയാണെന്നും മാധ്യമങ്ങളിലൂടെയാണ് പുരസ്കാരം അറിഞ്ഞതെന്നും ശശി തരൂർ വ്യക്തമാക്കിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ കൂട്ടിൽ തന്നെ തരൂർ നിലയുറപ്പിച്ചത്. അതേസമയം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശശി തരൂരിന് പുരസ്കാരം സമ്മാനിക്കുമെന്നായിരുന്നു HRDS അറിയിച്ചത്. പുരസ്കാരം ഏറ്റുവാങ്ങാൻ ശശി തരൂർ സന്നദ്ധത അറിയിച്ചതായും സംഘടന പറഞ്ഞിരുന്നു. പക്ഷേ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിനെ പോലും വെട്ടിക്കൊണ്ട് പുരസ്കാരം വേണ്ട എന്നുറപ്പിച്ചു പറഞ്ഞു തരൂർ കൊൽക്കത്തയിലേക്ക് പറക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹം നേരെ DGPക്ക് ഫോർവേഡ്. അല്ല, അത് പ്രസിഡന്റിന്റെ അഭിപ്രായം പറഞ്ഞല്ലോ, അതാണ് പാർട്ടി അഭിപ്രായം. ഒരു കാര്യം കൂടി, ഇപ്പോൾ ശശി തരൂര് വീര സവർക്കറുടെ പേരിൽ ഒരു അവാർഡ് മേടിക്കാൻ പോവുകയാണ്. വീര സവർക്കറുടെ പേരിൽ ഉള്ള ഒരു അവാർഡും പാർട്ടി സ്വീകരിക്കാൻ പാടില്ല. കാരണം സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തു പോയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരിൽ ഒരു കോൺഗ്രസ്സുകാരനും അവാർഡ് വാങ്ങാൻ പാടില്ല. അത് പാർട്ടിക്ക് ഒരു അവമാനം ഉണ്ടാക്കും. ശശി തരൂർ അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പറഞ്ഞ സവർക്കറുടെ പേരിലുള്ള ഒരു അവാർഡും ഒരു കോൺഗ്രസ്സുകാരനും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും കാത്തിരിക്കുക. ഇന്നലെ ഏതായാലും അദ്ദേഹം വന്നു. UDFന് തന്നെയാണ് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുള്ള. കാരണം UDF സ്ഥാനാർത്ഥിയുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ ഏതായാലും ഇന്നലെ അദ്ദേഹം വന്നു. പാർലമെൻറ്റിൻ്റെ ഇടയിൽ തിരക്കിലും വന്ന് അദ്ദേഹം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കോൺഗ്രസ്സിന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണല്ലോ വ്യക്തമാകുന്നത്. പക്ഷേ സവർക്കറുടെ പേരിൽ ഒരു അവാർഡ് സ്വീകരിക്കാൻ പാടില്ല. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴല്ല. ഇവിടെ വോട്ട് ചേർത്ത അന്ന് തന്നെ ഞാൻ പറഞ്ഞു. തൃശ്ശൂർ സ്ഥിരതാമസക്കാരനെന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. ഇപ്പം ഞാൻ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലും എൻ്റെ വോട്ട് ഞാൻ വടകരയിൽ MP ആയിരുന്നപ്പോഴും ആ MP ആയിരിക്കുമ്പോൾ നടന്ന അസംബ്ലി, ലോക്കൽ ബോഡി, പിന്നീട് കഴിഞ്ഞ പാർലമെൻറ്റ്, ഈ മൂന്നിടത്തും ഞാൻ ഒരേ പോളിംഗ് സ്റ്റേഷനിൽ ഒരേ സ്ഥലത്താണ് ഞാൻ വോട്ട് ചെയ്തത്. അതാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദ. അപ്പോൾ കരുണാകരൻ എവിടെയൊക്കെ മത്സരിച്ചെന്ന്, അദ്ദേഹം ഒരുപാട് വർഷം മാളയിൽ മത്സരിച്ചു. പിന്നീട് തൃശ്ശൂരും തിരുവനന്തപുരത്തും മുകുന്ദപുരത്തൊക്കെ മത്സരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒറ്റ അഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുരളി മന്ദിരം പൂങ്കുന്നം തൃശ്ശൂർ എന്നുള്ള അഡ്രസ്സായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിനെതിരായിട്ട് ആ വീട്ടിൽ അദ്ദേഹം സ്ഥിരതാമസക്കാരനല്ല, അതുകൊണ്ട് അദ്ദേഹം വ്യാജമായി വോട്ട് ചേർത്തു എന്ന് നവാബ് രാജേന്ദ്രൻ്റെ പെറ്റീഷൻ അന്ന് കോടതി തള്ളിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ വീട്. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരിടത്ത് അദ്ദേഹം വോട്ട് ചേർത്തിട്ടില്ല. ഈ വീടിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹമായതുകൊണ്ടും കേരളത്തിൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ അദ്ദേഹത്തിന് വോട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടും ആ പെറ്റീഷൻ അന്ന് തള്ളിക്കളഞ്ഞു. ഞാനും ഇവിടെ വോട്ട് ചേർത്തതിന് ശേഷം എൻ്റെ വോട്ട് ഞാൻ എവിടെയും മാറ്റിയിട്ടില്ല. ഇത് എന്താ പറയണ്ടേ, പാർലമെൻറ്റിൽ ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യുക, അസംബ്ലിയിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക, കോർപ്പറേഷനിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക, ആ രീതി ശരിയല്ല.